ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു സൈപ്രോ. നിങ്ങൾ MSc മൈക്രോബയോളജി കഴിഞ്ഞ ആളുകളാണോ? നെറ്റ് ഉണ്ടോ അല്ലെങ്കിൽ PhD ഉണ്ടോ? നിങ്ങൾക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ആകാൻ വേണ്ടി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മിക്കവർക്കും സംശയമായിരിക്കും. MSc മൈക്രോബയോളജി മാത്രം പോരാ, നമുക്ക് ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്കും അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഒന്നില്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് നിങ്ങളത് നെറ്റ് ക്വാളിഫൈ ചെയ്തിരിക്കണം. ഓക്കെ. അപ്പോൾ അല്ലെങ്കിൽ PhD ചെയ്യുന്നവരാണെങ്കിൽ PhDയുടെ അവാർഡിങ്ങും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ നോട്ടിഫിക്കേഷൻ വന്നത് 2016 ഡിസംബറിലാണ്. ഓക്കെ. അപ്പോൾ ഏകദേശം 10 വർഷം അല്ലേ ഒക്കെ ആകുന്നു, അല്ലെങ്കിൽ 10 വർഷം കഴിയാറാകുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ഒരു നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 2016 നോട്ടിഫിക്കേഷൻ വന്നത്, എന്നിട്ട് എക്സാമിനേഷൻ വന്നത് 2018 ഫെബ്രുവരിയിലായിരുന്നു. അപ്പോൾ അന്നത്തെ കുട്ടികൾക്ക് 1 വർഷം പഠിക്കാൻ സമയം കിട്ടിയായിരുന്നു. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ സിലബസ് നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഇനി വരുന്ന ക്ലാസ്സിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആ സിലബസ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സിലബസ് ആയിരുന്നു. കുറച്ച് ജനറൽ നോളജ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി വരുന്നതിൽ GK ഒന്നും ഉണ്ടാവില്ല. പിന്നെ സിലബസ് ആണെങ്കിലും വളരെ 1-2 പേജിൻ്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള സിലബസ് ആയിരുന്നു. പിന്നെ എക്സാമിനേഷൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ. നമുക്ക് 2020-21 ആ ഒരു കാലഘട്ടത്തിന് ശേഷം നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിനേഷൻ എല്ലാം തന്നെ എന്താണ്? ഒബ്ജക്റ്റീവ് അല്ല, ഡിസ്ക്രിപ്റ്റീവ് ആണ്. നമുക്ക് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, ആ ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻ പാറ്റേൺ വരുന്നത്. ഓക്കെ. നമുക്ക് റിട്ടൺ എക്സാമിനേഷനാണ്, ഒബ്ജക്റ്റീവ് അല്ല. അതുപോലെ തന്നെ 2021 ബയോടെക്നോളജി അസിസ്റ്റന്റ് പ്രൊഫസർ നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ നമ്മളൊരു മോഡ്യൂൾസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു 10 മോഡ്യൂളൊക്കെ ഉണ്ടായിരുന്നു. വളരെ വലിയ ഒരു സിലബസ് ആയിരുന്നു. അതായത് നിങ്ങൾ MScക്ക് പഠിച്ചത് എല്ലാം ഉണ്ടാവും. നമ്മൾ ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലും തേർഡ് സെം ഫോർത്ത് സെം അല്ലേ, അങ്ങനെ പഠിക്കുന്ന എല്ലാം തന്നെ. പിന്നെ നമുക്കറിയാം പല പല സ്ഥലങ്ങളിലും പഠിക്കുന്നവരുടെ സിലബസും കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ടാവും അല്ലെ. അപ്പോൾ ഒരു വലിയ ഒരു സിലബസ് ആയിരുന്നു ബയോടെക്നോളജിയുടെ. അപ്പോൾ നമുക്ക് മൈക്രോബയോളജിയുടെ ഇനി പുതിയ സിലബസ് വരുമ്പോഴും നമുക്കൊരു 10, 12, 14 മോഡ്യൂളൊക്കെയുള്ള വലിയ ഒരു സിലബസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് മൈക്രോബയോളജി ആണ് അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിനേഷൻ എങ്കിലും നമുക്ക് ചിലപ്പോൾ ബയോടെക്നോളജി പഠിക്കേണ്ടി വരും, മോളിക്കുലാർ ബയോളജി പഠിക്കേണ്ടി വരും, സെൽ ബയോളജി പഠിക്കേണ്ടി വരും. ചിലപ്പോൾ അങ്ങനെ നിങ്ങൾ എന്തൊക്കെയാണ് പഠിച്ചതെന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. നമ്മൾ MScക്ക് പഠിക്കുമ്പോഴത്തേക്കും മൈക്രോബയോളജി ആണ് നമ്മുടെ സബ്ജക്റ്റ് എങ്കിൽ കൂടി നമുക്ക് ചിലപ്പോൾ സെൽ ബയോളജി പഠിക്കാനുണ്ടാവും, മോളിക്കുലാർ ബയോളജി പഠിക്കാനുണ്ടാവും, RDNA പഠിക്കാനുണ്ടാവും അല്ലേ. അങ്ങനെ പല പല കാര്യങ്ങൾ, മൈക്രോബിയൽ ബയോടെക്നോളജി, അങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടാവും. ചിലപ്പോൾ ബയോ ഇൻഫോർമാറ്റിക്സ് ഉണ്ടാകും. അങ്ങനെ കുറേ റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്കൊരു 10, 12 മോഡ്യൂൾസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് അത്രത്തോളം വാസ്റ്റായിട്ട് പഠിക്കണം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന ആളുകളാണെങ്കിൽ തന്നെ എന്തായിരിക്കും, മിക്കവരും തന്നെ ഇപ്പോൾ MSc നെറ്റ് ഉള്ളവരാണെങ്കിൽ മിക്കവാറും തന്നെ റിസർച്ച് അസോസിയേറ്റോ അല്ലേ, നിങ്ങൾ ജൂനിയർ റിസർച്ച് ഫെലോസ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നവരായിരിക്കും, ചിലപ്പോൾ PhD ചെയ്യുന്നവരായിരിക്കും. ഇനി PhD കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള മൈക്രോബയോളജി ആളുകൾ എങ്ങനെയായിരിക്കും, മിക്കവാറും ഏതെങ്കിലും കോളേജിലൊക്കെ പഠിപ്പിക്കുകയായിരിക്കും. അപ്പോൾ നിങ്ങളുടെ പ്രശ്നം എന്താണ്? ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും പ്രിപ്പറേഷനുള്ള ഒരു സമയം കിട്ടില്ല. ഓൾറെഡി വർക്കിംഗ് ആണ്, അതിൻ്റെ ഒപ്പം തന്നെ പഠിച്ചു പോകണം. അപ്പോൾ നമുക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഓർക്കും, നമുക്ക് അല്ലേ ഏതെങ്കിലും ബുക്കൊക്കെ എടുത്ത് വായിച്ച് പ്രിപ്പയർ ചെയ്ത് പോയാൽ പോരെ, നമ്മൾ ഓൾറെഡി ഇത്രത്തോളം പറ്റുമല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ നമുക്ക് ചിലപ്പോൾ അത് 1 മാസമൊക്കെ ഒന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മൾ തന്നെത്താനെ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് എന്താ, നമ്മൾ ടെക്സ്റ്റ് വായിക്കണം, 1, 2, 3 ടെക്സ്റ്റൊക്കെ വായിച്ച് നമ്മളെ നോട്ട് പ്രിപ്പയർ ചെയ്ത് ആ നോട്ട് പ്രിപ്പറേഷൻ മാത്രമേ നടക്കുകയുള്ളൂ, നമ്മൾ പഠിക്കലുണ്ടാവില്ല. ഓക്കെ. അപ്പോൾ സൈപ്രോ ക്ലാസ്സസ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന കൂട്ട് എല്ലാം പ്രൊവൈഡ് ചെയ്യുകയാണ്. ഓക്കെ. എല്ലാം നിങ്ങൾ ഒത്തിരി വായിച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്, ആദ്യം നമ്മൾ ക്ലാസ് നന്നായിട്ട് പഠിക്കണം.
ഓക്കെ, എല്ലാ സബ്ജക്റ്റും തന്നെ നമുക്കിപ്പോൾ എത്ര മോഡ്യൂൾ ഉണ്ട് സിലബസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്തായിരിക്കും എക്സ്പെക്റ്റഡ് സിലബസ് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാ മോഡ്യൂൾസൊക്കെ പഠിച്ച് തീർക്കണം. പിന്നെ നമ്മൾ എന്താ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് 3 മാർക്കിൻ്റെ ഷോർട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എന്തൊക്കെ എഴുതണം, 5 മാർക്കിൻ്റെ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം, അല്ലെ, എങ്ങനെ നമ്മൾ എഴുതണം, അതിന് കറക്റ്റായിട്ടുള്ള കീവേഡ്സ് ഒക്കെ വേണം, അല്ലെ. ആ രീതിയിലൊക്കെയാണ് വാല്യുവേഷനും വരുന്നത്. നമ്മൾ എങ്ങനെയെങ്കിലും ഇപ്പോൾ നമ്മൾ പറയില്ലേ വളഞ്ഞ് മൂക്ക് പിടിക്കണോട്ട് അങ്ങനെ നമ്മൾ എഴുതിയാൽ പോരാ. ടു ദ പോയിന്റ് ആയിട്ട് ആ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിൽ എന്തൊക്കെ എഴുതിയാലാണ് മാർക്ക് കൊടുക്കേണ്ടതെന്നുള്ള രീതിയുണ്ട്. അങ്ങനെയേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ എഴുതാനായിട്ട് നമുക്ക് ഇത്ര ഒരു സ്പേസ് ഒക്കെ ഉണ്ടാവും, അതിൽ തന്നെ നമ്മൾ എഴുതി തീർക്കണം. ഇപ്പോൾ 8 മാർക്കിൻ്റെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ എഴുതാനൊന്നും പറ്റുമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അതെല്ലാം നമ്മൾ ടു ദ പോയിന്റ്, എല്ലാവർക്കും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ നമുക്കത് ടു ദ പോയിന്റ് ആയിട്ട് ആ ഒരു കറക്റ്റ് ടൈമിൽ എഴുതി തീർക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ കോമ്പറ്റീഷനും വളരെ ഹൈ ആണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോഴേ പഠിച്ച് തുടങ്ങുക. അപ്പോൾ അപ്ലൈ ചെയ്യാൻ നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ നെറ്റ് വേണം, അല്ലെങ്കിൽ PhD വേണം. ഈ 2 കാറ്റഗറി മൈക്രോബയോളജിക്കാർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. നെറ്റും PhD ഒക്കെ ഉള്ളവർ നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. ഇപ്പോഴേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. എന്നാൽ മാത്രമേ നമുക്ക് എക്സാമിനേഷൻ വരുമ്പോഴത്തേക്കും, നമുക്ക് ഒരു 1 ഇയറിലെ ക്ലാസ്സാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ലോങ് ടൈം ബാച്ചാണ്. നിങ്ങൾക്കപ്പോൾ നന്നായിട്ട് എക്സാമിനേഷൻ എഴുതാം, നന്നായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. നമുക്ക് ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് ശരിക്കും 1 ഇയർ തന്നെ വേണം. കുറേ ഉണ്ടല്ലോ നമുക്ക് പഠിക്കാനായിട്ട്. ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോഴത്തേക്കും ഒക്കെ സിമ്പിൾ ആയിരിക്കും, പക്ഷെ നമുക്കത് എഴുതി ഫലിപ്പിക്കാൻ പറ്റില്ല അത്രത്തോളം. ഓക്കെ, അപ്പോൾ ഏജ് ലിമിറ്റ് ഒരു 50 ഒക്കെയാണ് റീസെൻ്റ് ആയിട്ടുള്ള എക്സാമിനേഷന് വന്നേക്കുന്നത് അസിസ്റ്റന്റ് പ്രൊഫസറിന്. അപ്പോൾ അത് നോക്കുക. പിന്നെ നെറ്റ് PhD ഒക്കെ വേണം. പിന്നെ നമുക്ക് നന്നായിട്ട് പഠിക്കാം. ഓക്കെ, മിക്കവർക്കും ടൈം ഇല്ലാത്തൊരു പ്രശ്നമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു ദിവസം 1 or 2 ക്ലാസ് ഒക്കെ പഠിച്ച് പോകുന്ന രീതിയിൽ ഇടയ്ക്ക് നമുക്ക് ലൈവ് അസസ്മെൻറ്റും ലൈവ് എക്സാമിനേഷനും ഉണ്ടാവും. അപ്പോൾ നമുക്ക് 100 മാർക്കിൻ്റെ എക്സാം ആയിരിക്കും. ഓക്കെ, ഈ പറയുന്ന രീതിയിൽ 2 മാർക്ക്, 3 മാർക്ക്, 4 മാർക്ക്, ആ ഒരു കാറ്റഗറി അത് ചിലപ്പോൾ ചേഞ്ച് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ 5 മാർക്ക്, 8 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ എഴുതി പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. അസിസ്റ്റന്റ് പ്രൊഫസർ മൈക്രോബയോളജി കോഴ്സിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് 9048900024 കോൺടാക്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് പഠിച്ചു തുടങ്ങാം. ഒരു ചാൻസ് കിട്ടുന്നത് എപ്പോഴും നമുക്ക് ചാൻസ് കിട്ടില്ല. നമുക്ക് എപ്പോഴും നെക്സ്റ്റ് മന്ത് അല്ലേ നമുക്ക് ജോലി കിട്ടണം, അല്ലെങ്കിൽ ഉടനെ തന്നെ എല്ലാം ഉടനെ തന്നെ ശരിയാക്കണം എന്നുള്ളൊരിതാണ്. നമ്മളെപ്പോഴും ലോങ് ടൈം ഗോൾ നമ്മൾ നോക്കുന്നില്ല. പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ ശേഷം നമുക്ക് പഠിക്കാൻ പറ്റില്ല, അല്ലേ? കാരണം നമുക്ക് സിലബസ് എപ്പോഴാണ് വരുന്നത്, നമുക്ക് എക്സാമിൻ്റെ നമ്മുടെ PSCയിൽ എങ്ങനെയാണ് ആ ഒരു ട്രെൻഡ് വരുന്നത്, എക്സാമിന് തൊട്ട് മുമ്പുള്ള 2 മാസം അല്ലേ, അതിന് തൊട്ട് മുമ്പ് ചിലപ്പോൾ നമുക്കൊരു 2.5 മാസം കിട്ടും. അപ്പോഴാണ് സിലബസ് വരുന്നത്. അപ്പോഴായിരിക്കും മിക്കവരും ഓക്കെ ഇത് നോക്കണത്, പഠിച്ചു തുടങ്ങുന്നത്. ഓക്കെ, സിലബസ് വന്നിട്ട് പഠിച്ചു തുടങ്ങാമെന്ന് പറഞ്ഞിരിക്കും. ചിലവർ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിച്ചു തുടങ്ങാമെന്ന് പറഞ്ഞിരിക്കും. ചിലവരെന്താ സിലബസ് വന്നിട്ട് പഠിച്ചു തുടങ്ങാമെന്ന് പറഞ്ഞിരിക്കും. നിങ്ങൾക്ക് നെറ്റോ PhD ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ നേരത്തെ ജോയിൻ ചെയ്ത് പഠിക്കാം. ചില PhDക്കാർക്ക് നെറ്റ് ഇല്ലാത്തവരുണ്ട്. പക്ഷെ PhDയുടെ നമുക്കറിയാലോ കോഴ്സ് വർക്കൊക്കെ ചെയ്തിട്ടുള്ള അങ്ങനെ റൂൾ ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ. PhD മാത്രം മതി, നെറ്റ് അതിന് ഇക്വലൻസി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ PhD ഉണ്ടെങ്കിലും അസിസ്റ്റന്റ് പ്രൊഫസർ മൈക്രോബയോളജി നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്കും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. നമുക്ക് ഏകദേശം ഒരു 1 ഇയറെങ്കിലും വേണം പ്രോപ്പറായിട്ട് പഠിച്ചെടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് നമുക്ക് ആകെ ടെൻഷനായി പോകും. നമ്മൾ കറക്റ്റായിട്ട് പഠിക്കില്ല, ഏതെങ്കിലും ഒരു ഏരിയ മാത്രം പഠിക്കും, കുറച്ച് ഏരിയ പഠിക്കും. അപ്പോൾ ഓരോ ചാൻസ് കിട്ടുമ്പോഴത്തേക്കും അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നമുക്ക് എപ്പോൾ വേണമെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു എക്സാമിനേഷനാണ് അസിസ്റ്റന്റ് പ്രൊഫസർ മൈക്രോബയോളജി. കാരണം 2016 നേരത്തെ വിളിച്ചത്. നമുക്കപ്പോൾ ഇത് ഉടനെ വിളിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഓക്കെ, 2026 അല്ലെങ്കിൽ ചിലപ്പോൾ 2027 ഒക്കെ വിളിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ നേരത്തെ പഠിച്ചു തുടങ്ങുക. കോഴ്സ് അവൈലബിൾ ആണ്. സൈപ്രോയിൽ ജോയിൻ ചെയ്ത് പഠിക്കാം. ടീച്ചിങ് ആണ് നിങ്ങളുടെ പാഷൻ. നിങ്ങൾക്ക് നല്ല സാലറി ഉള്ള ഒരു ജോബ് വേണം, റെക്കഗ്നിഷൻ അല്ലേ ആവശ്യമാണ്. ഇത്രയും നാൾ ഗസ്റ്റ് ലെക്ചറൊക്കെ ആയിട്ട് വർക്ക് ചെയ്ത് ഗസ്റ്റ് ലെക്ചറായിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് എപ്പോൾ വേണമെങ്കിലും പോകാമല്ലോ അവിടെ. അപ്പോൾ ഒരു പെർമനൻറ്റ് ജോബ് വേണം, പഠിച്ചാൽ കൊള്ളാം.
മിക്കവർക്കും ടൈം ഇല്ലാത്ത ഒരു പ്രശ്നം ഉണ്ടാകും. അപ്പോൾ അതൊക്കെ നമുക്ക് ശരിയാക്കി എടുത്ത് പഠിച്ച് പോകാം. ഓക്കെ, അപ്പോൾ കോൺടാക്ട് ചെയ്യുക 9048900024. ഓക്കെ, താങ്ക് യു.